ഹരി ഓം. സകല ദേവതാകൃതസ്തുതി പാർട്ട് 2. യജമാന്യുവാച. യജമാനപത്നിയായ പ്രസൂതിദേവി സ്തുതിക്കുന്നു. സ്വാഗതം തേ പ്രസീദേശ തുഭ്യം നമഃ ശ്രീനിവാസ ശ്രിയാകാന്തയാത്രാഹിന ത്വാമൃതേധീശനാംഗൈർമഖശോഭത്തെ ശീർഷഹീനക്കബന്ധോ യഥാ പൂരുഷ. ഹേ ഈശ്വര, നിന്തിരുവടിക്ക് സ്വാഗതം, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇപ്പോൾ മാത്രമേ ഈ യാഗത്തിന് ശോഭയുണ്ടായിട്ടുള്ളൂ. ശിരസില്ലാതെ കൈകാൽ മുതലായ അവയവങ്ങളെ കൊണ്ട് ശരീരം ശോഭിക്കാത്തതുപോലെ അങ്ങയുടെ സാന്നിധ്യമില്ലാതിരുന്നതിനാൽ ഈ യാഗത്തിന് ഇതുവരെ ശോഭയുണ്ടായിരുന്നില്ല. നിന്തിരുവടിയുടെ സാന്നിധ്യം മുമ്പുതന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം വിഘ്നം നേരിടുകയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങ് പ്രത്യക്ഷനായതിനാൽ ദോഷമെല്ലാം തീർത്ത് അനുഗ്രഹിക്കണമേ. അടുത്തത് ലോകപാല ഊചുഹു. ലോകപാലന്മാർ സ്തുതിക്കുന്നു. ദൃഷ്ട കിം നോ ദൃഗ്ഭിരസദ്ഗ്രഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാ ദൃശ്യതേ യേന ദൃശ്യം മായാഹ്യേഷാ ഭവദീയാ ഹി ഭൂമൻ യസ്ത്വം പഞ്ചഭിർഭാസി ഭൂതേ. ഞങ്ങളുടെ വെറും വിഷയഗ്രാഹികളായ ഇന്ദ്രിയങ്ങളാൽ അന്തര്യാമിയായ അങ്ങ് ദൃഷ്ടി വിഷയമാകുമോ? പഞ്ചഭൂതാതീതനായ അങ്ങ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരങ്ങളോടെ ജീവഭാവത്തിൽ പ്രകാശിക്കുന്നുവെന്നത് അങ്ങയുടെ മായ മാത്രമാണെന്നതിൽ സംശയമില്ല. യോഗേശ്വര ഊചുഹു. അടുത്തത് യോഗേശ്വരന്മാർ സ്തുതിക്കുന്നത്. പ്രേയാന്നതേന്യോസ്ത്യമുതസ്ത്വയി പ്രഭോ വിശ്വാത്മനീക്ഷേന്ന പ്രതഗ്യ ആത്മന അഥാപി ഭക്ത്യേശതയോപധാവതാം അനന്യവൃത്യാനുഗൃഹാണവത്സല. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുവിദ്യമാനഗുണയാത്മമായയാ രചിതാത്മഭേദമതയേ സ്വസംസ്ഥയാ വിനിവർത്തിത ഭ്രമഗുണാത്മനേ നമഃ. സ്വാമിൻ സർവചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന നിന്തിരുവടിയിൽ നിന്ന് ജീവൻ ഭിന്നനാണെന്ന് കാണാതിരിക്കുന്നവർ യാതൊരുത്തരോ അവരേക്കാൾ അധികം പ്രിയം അങ്ങക്ക് മറ്റാരെയുമില്ല. ജ്ഞാനീത്വാത്മൈവ മേ മതം. ജ്ഞാനിയും ഞാനും ഒന്നു തന്നെ എന്നാണല്ലോ നിന്തിരുവടി അരുളി ചെയ്തിരിക്കുന്നത്. എന്നാലും മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ പരമപ്രേമലക്ഷണമായ ഭക്തിയോടുകൂടെ അങ്ങയെ സേവിക്കുന്ന ഞങ്ങളെയും നിന്തിരുവടി വാത്സല്യപൂർവം അനുഗ്രഹിക്കണമേ. അടുത്തത് ബ്രഹ്മോവാച. ബ്രഹ്മാവ് സ്തുതിക്കും. നമസ്തേ ശ്രിതസത്വായ ധർമാദീനാം ച സൂതയേ നിർഗുണായ ച യത്കാഷ്ടാം നഹം വേദാപരേപി ച. വിശിഷ്ട സത്വസ്വരൂപനും ധർമാദി പുരുഷാർത്ഥപ്രദനുമായ അങ്ങേക്ക് നമസ്കാരം. അങ്ങയുടെ തത്വം വേദമോ മറ്റു ദേവതകളോ ആരും തന്നെ അറിയുന്നില്ല. അടുത്തത് അഗ്നിരുവാച. അഗ്നി സ്തുതിക്കുന്നു. യത്തേജസാഹം സുസമിദ്ധതേജ ഹവ്യം വഹേ സുധ്വര ആജ്യസിക്തം തം യജ്ഞിയം പഞ്ചവിധം ച പഞ്ചഭി സ്വിഷ്ടം യജുർഭി പ്രണതോസ്മി യജ്ഞം. യാതൊരുവൻ്റെ തേജസ്സിനാൽ അതിശയമായി ഉജ്ജ്വലിക്കുന്ന തേജസ്സോടു കൂടിയ ഞാൻ ശ്രേഷ്ഠമായ യാഗത്തിൽ
ഹവ്യത്തെ വഹിക്കുന്നുവോ അതാതു ദേവന്മാർക്കുള്ള ഭാഗത്തെ തെറ്റാതെ എത്തിച്ചു കൊടുക്കുന്നുവോ, യാഗഫലത്തെ ദാനം ചെയ്ത് സമ്പ്രദായത്തെ ലോകത്തിൽ നിലനിർത്തുന്നവനും 5 വിധങ്ങളായ മന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവനുമായ യജ്ഞസ്വരൂപനായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ദേവ ഊചുഹു. അടുത്തത് ദേവന്മാർ സ്തുതിക്കും. പുരാകൽപ്പാപായേ സുകൃതമുദരീകൃത്യ വികൃതം ത്വമേവാദ്യസ്തസ്മിൻ സലില ഉരഗേന്ദ്രാതിശയനേ പുമാൻ ശേഷേ സിദ്ധൈർഹൃദി വിമൃശിതാധ്യാത്മപദവി സയേവാദ്യക്ഷ്ണോര്യ പതിചരസി ഭൃത്യാനവസിന. പണ്ട് പ്രളയാവസാനത്തിൽ താൻ നിർമ്മിച്ച പ്രപഞ്ചം മുഴുവൻ തന്നിലൊതുക്കി ആദിപുരുഷനായ അങ്ങ് സിദ്ധന്മാരാൽ ചിന്തിക്കപ്പെട്ട മാർഗത്തോടു കൂടിയവനായി പ്രളയാർണവത്തിൽ ആദിശേഷ ശയ്യയിൽ ശയിച്ചു. ആ സർവേശ്വരനായ അങ്ങ് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഗോചരനായിരിക്കുന്നു. പാദദാസരായ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഭാഗ്യം തന്നെ. അടുത്തത് ഗന്ധർവ ഊചുഹു. ഗന്ധർവന്മാർ സ്തുതിക്കുന്നു. അംശാംശാസ്തേ ദേവമരീച്യാദയേതേ ബ്രഹ്മേന്ദ്രാദ്യാ ദേവഗണാ രുദ്രപുരോഗ ക്രീഡാഭാണ്ഡം വിശ്വമിദം യസ്യ വിഭൂമൻ തസ്മൈ നിത്യം നാഥ നമസ്തേ കരവാമ. ദേവ, മരീചി തുടങ്ങിയ പ്രജാപതിമാരും ബ്രഹ്മാവ്, രുദ്രൻ, ഇന്ദ്രൻ മുതലായവരുമെല്ലാം അങ്ങയുടെ അംശങ്ങളാകുന്നു. ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ അങ്ങയുടെ ക്രീഡോപകരണമാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നിത്യവും നമസ്കാരം. അടുത്തത് വിദ്യാധര ഉവാച. വിദ്യാധരന്മാർ സ്തുതിക്കുന്നു. ത്വന്മായായാർത്ഥമവിപദ്യ കളേബരേസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പഥൈസ്വൈ ക്ഷിപ്തോപ്യസദ്വിഷയലാലസ ആത്മമോഹം യുഷ്മത്കഥാമൃതനിഷേവക ഉദ്വ്യുദസ്യേത്. പുരുഷാർത്ഥ സാധനമായ മനുഷ്യദേഹം ലഭിച്ചിട്ടും അങ്ങയുടെ യോഗമായയാൽ ഈ ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനം പ്രാപിച്ച് ദുഷ്ടചിത്തനായി തീർന്നവൻ പുത്രകളത്രാദികളാൽ അധിക്ഷിപ്തനായിട്ടും വിഷയങ്ങളിൽ തന്നെ ആസക്തനാകുന്നു. മോഹം വെടിയുന്നില്ല. അതിനാൽ ഞങ്ങൾക്ക് ഭക്തിയുണ്ടാവാൻ അനുഗ്രഹിക്കണമേ. അടുത്തത് ബ്രാഹ്മണ ഉവാച. ബ്രാഹ്മണർ സ്തുതിക്കുന്നു. ത്വം ഘൃതുസ്ത്വം ഹവിസ്ത്വം ഹുതാശസ്വയം ത്വം ഹി മന്ത്രഃ സമിദ്ദർഭപാത്രാണി ച ത്വം സദസ്യ ഋത്വിജോ ദമ്പതി ദേവത അഗ്നിഹോത്രം സ്വധാ സോമ ആജ്യം പശു ത്വം പുരാഗാം രസായാ മഹാസൂകരോ ദംഷ്ട്രയാ പത്മിനീം വാരണേന്ദ്രോ യഥാ സ്തൂയമാനോ നദം ലീലയാ യോഗിഭിർ വിജഹർത്തത്രൈഗാത്രയജ്ഞകൃതു സപ്രസീദത്വമസ്മാകമാകാംക്ഷതാം ദർശനം തേ പരിപൃഷ്ടസത്കർമ്മണാം കീർത്യമാനേ നൃഭിർനാംനി യജ്ഞേശതേ യജ്ഞവിഘ്ന ക്ഷയം യാന്തി തസ്മൈ നമഃ. യാഗവും ഹവിസ്സും അഗ്നിയും മന്ത്രവും സമിത്തുക്കളും ദർഭയും യജ്ഞപാത്രങ്ങളും എല്ലാം അങ്ങ് തന്നെ. സദസ്യരും ഋത്വിക്കുകളും
യജമാനനും യജമാന പത്നിയും ദേവതകളും അങ്ങുതന്നെ. അഗ്നിഹോത്രാദികളും പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന സ്വധയും സോമരസവും നെയ്യും പശുവും അങ്ങ് തന്നെയാണ്. വേദസ്വരൂപ രൂപത്തോടു കൂടിയ കൃതുവും രൂപമില്ലാതെ നടത്തുന്ന കർമ്മമായ യജ്ഞവുമായിരിക്കുന്നത് അങ്ങ് തന്നെയാകുന്നു. അപ്രകാരമിരിക്കുന്ന അങ്ങ് പണ്ട് മഹാസൂകരമൂർത്തിയായിട്ട് അവതരിച്ച് ആന താമരയെ എന്ന പോലെ ഭൂമിയെ രസാതലത്തിൽ നിന്ന് ദംഷ്ട്രാഗ്രത്തിൽ വഹിച്ചും കൊണ്ട് മേൽപോട്ടേക്ക് വന്നു. അങ്ങനെയുള്ള അങ്ങയുടെ ദർശന ആഗ്രഹിക്കുന്നവരും നഷ്ടയജ്ഞരുമായ ഞങ്ങളുടെ നേരെ പ്രസാദിക്കുക. യജ്ഞഫലദാതാവേ, അങ്ങയുടെ നാമം ഉച്ചരിക്കപ്പെട്ടാൽ ഉടൻ യജ്ഞത്തിൻ്റെ സർവവിഘ്നങ്ങളും നശിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. സ്തുതിയെല്ലാം കേട്ട് വിഷ്ണു ഭഗവാൻ പരമപ്രീതനായി ദക്ഷനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു: ത്രയാണാം ഏകഭാവാനാം യോ ന പശ്യതി വൈഭിതാം. സർവത്തിനും ഈശ്വരനായ ഞാൻ തന്നെയാണ് ഈ ജഗത്തിന് ആദിമൂലം. ഓരോ കർമ്മങ്ങൾക്കായി ഭിന്ന രൂപത്തിൽ നിങ്ങൾ കാണുന്നു എന്നേയുള്ളൂ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ ഉപദേശം കേട്ട ദക്ഷൻ യാഗം പൂർത്തിയാക്കി 3 ദേവന്മാരെയും സന്തോഷിപ്പിച്ചു. ബ്രാഹ്മണർക്കൊക്കെ സോമരസം കൊടുത്ത് യജമാനൻ അവഭൃത സ്നാനം ചെയ്ത് യജ്ഞം സമാപിപ്പിച്ചു. ദേവകളൊക്കെ സ്വർഗത്തിലേക്ക് മടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ.